We're in Ginger Park. നമസ്കാരം. ഇന്നത്തെ യാത്ര ദ ജിഞ്ചർ ഫാക്ടറിയിലാണ്. ക്വീൻസ്ലാൻഡിലുള്ള സൺഷൈൻ കോസ്റ്റിൻ്റെ അടുത്ത് യാൻഡിനെ എന്ന സ്ഥലത്ത് അത് ലൊക്കേറ്റ് ചെയ്യുന്നത്. അധികം ചരിത്രമുള്ള ഒരു ഫാക്ടറിയാണ് ദ ജിഞ്ചർ ഫാക്ടറി. പണ്ടുകാലത്ത് ഓസ്ട്രേലിയയിൽ ജിഞ്ചർ വന്നത് ചൈനയിൽ നിന്നായിരുന്നു. എന്നാൽ കാലങ്ങൾക്ക് ശേഷം അത് ചൈനയിൽ നിന്ന് നിർത്തി ഓസ്ട്രേലിയ ജിഞ്ചറിന് സെൽഫ് പ്രൊഡ്യൂസിങ് കൺട്രിയായി മാറി. അതിൻ്റെ ഏറ്റവും വലിയ പ്രൊഡക്ഷനാണ് യാൻഡിനയിലുള്ളത്. അതിൻ്റെ ഒരു ഔട്ട്ലെറ്റ് ഡിസ്പ്ലേ ആണ് ദ ജിഞ്ചർ ഫാക്ടറി. ഇവിടെ വരുവാനായിട്ട് അഡ്മിഷൻ ഫീസ് ഒന്നുമില്ല, അകത്ത് കയറുന്നതിന് ഫീ ഒന്നുമില്ല. എന്നാൽ ഓരോ റൈഡിനും പേയ്മെൻ്റ് ഉണ്ട്. പ്രധാനമായിട്ട് ഒരു ട്രെയിൻ റൈഡ് ഉണ്ട്, പിന്നെ ഒരു ചെറിയ പിള്ളേർക്ക് വേണ്ടിയുള്ള ഇൻസൈഡ് ബോട്ടിംഗ് ഉണ്ട്, പിന്നെ ഹണിയുടെ ടേസ്റ്റിംഗ് ഉണ്ട്, ജിഞ്ചറിൻ്റെ ടേസ്റ്റിംഗ് ഉണ്ട്. ഈ 4 കാര്യങ്ങളാണ്. ഞങ്ങൾ പോയ സമയം ഡിസംബർ മാസം, നല്ല ചൂടായിരുന്നു. അതായിരുന്നു ഈ മിസ്റ്റി ഫാനൊക്കെ ഇങ്ങനെ അവർ ഉപയോഗിക്കുന്നത്. ഒരു ഫാമിലിയിലെ 4 പേർക്ക് ഇവിടെ വരുവാനായിട്ട് ഏകദേശം $140 നമ്മൾ മാറ്റി വെക്കണം. 2 അഡൽട്ടും 2 ചൈൽഡും. അടുത്തതിന് ട്രെയിനിൽ കയറാൻ പോകുന്ന രംഗങ്ങളാണ്. എല്ലാ അരമണിക്കൂർ കൂടുമ്പോൾ മാത്രമേ ട്രെയിൻ ഉള്ളൂ. ഞങ്ങൾ പോയ ദിവസം ക്രിസ്മസ് ദിനമായതുകൊണ്ട് ഞങ്ങൾ ആദ്യത്തെ ക്യൂവിനകത്ത് ഞങ്ങൾക്ക് കിട്ടിയില്ല. പിന്നെ ഏറ്റവും ഒടുവിലാണ് ഞങ്ങൾ കയറുന്നത്. സാധാരണ ദിവസം പോവുകയാണെങ്കിൽ അത്രയും വലിയ ക്യൂ ഉണ്ടാവത്തില്ല എന്നാണ് അവർ അത് പറഞ്ഞത്. ഈ മൊറൈറ്റൻ ട്രെയിനിൻ്റെ ചരിത്രം ഏകദേശം 120 വർഷം പഴക്കമുള്ളൊരു ട്രെയിനാണ്. ആ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ കമൻട്രി ഉണ്ട്, സീറ്റിങ്സ് എല്ലാം ഓപ്പണാണ്. അത്യാവശ്യം ജിഞ്ചർ ഫാക്ടറിയുടെ അകത്തെ എല്ലാ സ്ഥലങ്ങളും അവരൊന്ന് കാണിക്കും. അങ്ങനെ ഒരു ചരിത്രമുള്ളൊരു ട്രെയിനാണ് മൊറൈറ്റൻ ട്രെയിൻ. ഏറ്റവും അവസാനമാണ് ട്രെയിൻ റൈഡ് കയറിയത്. ഞങ്ങളുടെ ആയിരുന്നു ഏറ്റവും അവസാനത്തെ ട്രെയിൻ റൈഡ്. 4 മണിക്കാണ് അവസാനത്തേത്. അവർ 5 മണിയാകുമ്പോൾ ജിഞ്ചർ ഫാക്ടറി ക്ലോസ് ചെയ്യും. ഇവിടുത്തെ മറ്റ് പ്രധാന അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൻബ്രല്ല പ്രൊജക്റ്റാണ്. കുടകളെല്ലാം ഇങ്ങനെ മേളിൽ അവർ വളരെ രസകരമായി ഇങ്ങനെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത പ്രധാന ഞങ്ങൾ പോയ സ്ഥലം എന്ന് പറയുന്നത് ഈ കാണുന്ന ജിഞ്ചർ ടൂറായിരുന്നു. അവിടെ അവർ നമ്മൾ ജിഞ്ചറിൻ്റെ പല പ്രൊഡക്ട്സിനെ അവർ പരിചയപ്പെടുത്തും. അതെങ്ങനെയാണ് ഓസ്ട്രേലിയയിൽ അവർ ആരംഭിച്ചത്, ആ പ്രോസസ്സ്, എന്തുമാത്രം ക്വാണ്ടിറ്റി അവരുണ്ടാക്കുന്നുണ്ട് ഓരോ വർഷം, ഓരോ ബാച്ച്, അതിൻ്റെ ഹാർവസ്റ്റ് ടൈം. 2 പ്രധാന സമയത്താണ് ഇത് ഹാർവെസ്റ്റ് ചെയ്യുന്നത്. ഒന്ന്, അത് മെഡിസിനൽ വാല്യൂസിന് വേണ്ടി നേരത്തെ അവർ ഹാർവെസ്റ്റ് ചെയ്യും. രണ്ടാമത്തെ ഹാർവെസ്റ്റ് ഫുള്ളി ഗ്രോൺ ആയിരിക്കുമ്പോഴായിരിക്കും ഇത് ഹാർവെസ്റ്റ് ചെയ്യുന്നത്. തികച്ചും ഈ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ യൂസ്ഫുള്ളായ ഒരു ജിഞ്ചർ ടൂറായിരിക്കും ഇത്.
അതിനുശേഷം നമ്മളെ ജിഞ്ചർ ടേസ്റ്റിങ്ങിന് കൊണ്ടുപോകുന്ന രംഗങ്ങളാണ് ഈ കാണുന്നത്. നമുക്കതിനകത്ത് ജിഞ്ചറിൻ്റെ പല പ്രൊഡക്ട്സ് കാണാം. ഒരു മീറ്റ് ബോൾ വിത്ത് ജിഞ്ചർ സോസ്, ജിഞ്ചർ ജാം, പിന്നെ ഒരു ബിസ്ക്കറ്റ്, പിന്നെ ഒരു ക്രീം. അതിനുശേഷം ഒരു ജ്യൂസ് നമുക്ക് തരും. ഏറ്റവും അവസാനം ഒരു സ്വീറ്റും കൂടെ തരും. ഇത്രയും പ്രൊഡക്റ്റാണ് നമുക്ക് അവിടെ ടേസ്റ്റിങ്ങിന് നമുക്ക് ലഭിക്കുന്നത്. ഇതവിടുത്തെ കഫറ്റീരിയ ഏരിയ ആണ്. ഫുഡിന് കുറച്ച് ഓപ്ഷൻസ് അവിടെ ഉണ്ട്. അതിനുശേഷം ഞങ്ങൾ പോയി കണ്ടത് എങ്ങനെയാണ് തേനീച്ചകൾ ഹണീനെ ഉണ്ടാക്കുന്നത്, അതിൻ്റെ ഹൈവിൽ എങ്ങനെ വരുന്നു, അതിൻ്റെ പ്രോസസ്സൊക്കെ അവർ വളരെ വ്യക്തമായിട്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞു തരും. അതും കാണേണ്ട ഒരു കാഴ്ചകളാണ്. ആ കാഴ്ചകളാണ് നമ്മൾ ഈ കാണുന്നത്. അടുത്തത് ഹണി ടേസ്റ്റിങ്ങിൻ്റെ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഏകദേശം ഒരു 5-6 വെറൈറ്റി ഹണിയുണ്ട്. അത് നമുക്ക് ഓരോ സ്പൂണിൽ നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഈ കാഴ്ചകൾ ഇതോടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.